ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ എന്ന ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ ഫിസിക്സിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ, ഒരു കല്ലിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ സ്പേസിലേക്ക് നമ്മൾ എറിയുകയാണ്, പ്രൊജക്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു കല്ലെടുത്ത് മേലോട്ട് എറിയുകയാണ്. ഈ ഒരു പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കല്ലെടുത്തെറിയുന്നത്. അപ്പോൾ കല്ലെടുത്തെറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, അതിൻ്റെ ഒരു പാത്ത് എങ്ങനെയായിരിക്കും, ഇതായിരിക്കും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇനിയും ആ പ്രൊജക്ടൈൽ മോഷനിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാകും അല്ലേ, ആ പാർട്ടിക്കിളിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ പാർട്ടിക്കിളിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ദ പാർട്ടിക്കിൾ വിച്ച് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എ സ്പേസ് അറ്റ് ആൻ ആംഗിൾ ടു ഇറ്റ് ഹൊറിസോണ്ടൽ ഈസ് കോൾഡ് പ്രൊജക്ടൈൽ. അതായത് ഒരു ഒബ്ജക്റ്റിന് ഇവിടെ നിന്ന് ഇങ്ങോട്ടാക്കിയാൽ അതൊരു മോഷനാണ് അല്ലേ, പക്ഷേ ഇത് മോഷനല്ല, പ്രൊജക്ടൈൽ മോഷനല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയാം അല്ലേ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ പോകുന്ന മോഷനാണ്. അപ്പോൾ നമുക്കിതിനെ ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയാം. പക്ഷേ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പേസിലേക്ക് ഒരു പാർട്ടിക്കുലർ ആംഗിളിൽ എറിയുന്ന മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കല്ലെടുത്തെറിയുന്ന ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ബോൾ ഇങ്ങനെ എടുത്തെറിയുന്ന ഒരു എക്സാമ്പിളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ജാവലിൻ ത്രോയിലൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിളിനെ എന്താണ് പറയുന്നത്, പ്രൊജക്ടൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കുറേ ടേംസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചു പ്രൊജക്ടൈൽ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തൊരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാജക്ടറി എന്നുള്ള ടൈമാണ്. ഓക്കെ, എന്താണ് ട്രാജക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ആ പാർട്ടിക്കിൾ പോകുന്ന ആ ഒരു പാത്തിനെയാണ് ട്രാജക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാജക്ടറി എന്ന് പറയുന്നത്. ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പ്രൊജക്ടൈൽ ഈസ് കോൾഡ് ട്രാജക്ടറി. അപ്പോൾ രണ്ടാമത്തെ ടേം നമ്മൾ പഠിച്ചു. ഇനിയും അടുത്ത ടേം എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ? നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ ആൽഫ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ ആംഗിളിനെയാണ്, അതായത് ആ ഒരു ലൈനും അതുപോലെ തന്നെ അവിടുത്തെ ഹൊറിസോണ്ടലും ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം നമുക്ക് നോക്കാം, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ. എന്തായിരിക്കും വെലോസിറ്റി? നമുക്ക് ഇവിടെ നിന്നൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കും നമ്മളിതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ, അതിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ യു എന്ന് കൊടുക്കുകയാണ്. ഇനിയും അടുത്ത ടേമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഈ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു പാർട്ടിക്കിൾ എത്ര ടൈം എടുത്തു, അതിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈമാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലേ. ഈ ഒരു പോയിന്റിൽ, ഈ ഗ്രൗണ്ടിൽ ഈ ഒരു പോയിന്റിലാണ് പാർട്ടിക്കിൾ വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പോയിന്റും ഈ ലാസ്റ്റ് പോയിന്റും തമ്മിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ടേമും കൂടെ ഉണ്ട്, റേഞ്ച് പോലെ തന്നെ മറ്റൊരു ടേമുണ്ട്, ആ ടേമാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് നോക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, ഈ ഒരു പോയിന്റ് നമ്മൾ ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻ നമ്മുടെ ട്രാജക്ടറിയിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് മുതൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ വരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്, അതൊരു ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഏത് പോയിന്റ് മുതൽ ഡിസ്റ്റൻസ് ആണ്, നമ്മുടെ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ മുതൽ ആ പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ കൂടിയുള്ള ലൈൻ നമ്മുടെ ട്രാജക്ടറിയിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് മുതൽ ഈ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേം കൂടെ നോക്കാനുണ്ട്, പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. എന്താണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ? ഇതാണ് അല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ ടേംസ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്
മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വേർട്ടിക്കലി ഇൻ ടു ദ സ്പേസ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അപ്പം ഇവിടെ നിന്നും നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മേലോട്ട് എറിയുകയാണ്, വേർട്ടിക്കലി ഇൻ ടു സ്പേസ്. അതായത് നമ്മുടെ ഒരു മോഷൻ, ആ ഒരു പാത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ട്രാജക്ടറി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. വേർട്ടിക്കലി ആണ് നമ്മൾ എറിയുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷനൊക്കെ വരുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോഡി എറിയുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഞാൻ O എന്ന് ഓടിക്കുകയാണ്. പിന്നെ ആ ഒരു അതിൻ്റെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി വേണമല്ലോ, ഒരു ബോഡിയെ മേലോട്ട് എറിയണമെങ്കിൽ നമുക്കൊരു ഇനിഷ്യൽ വെലോസിറ്റി വേണം. ആ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് U ആണ്. പിന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ഒരു ബോഡീനെ മേലോട്ട് എറിയുകയാണെങ്കിൽ നമുക്കറിയാം താഴോട്ട് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെലോസിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്, വെലോസിറ്റി ഇവിടെ മാക്സിമം ആയിരിക്കും. പക്ഷേ അത് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, വെലോസിറ്റി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ എന്നിട്ട് ബാക്കി പിന്നെ എന്തൊക്കെ സംഭവിക്കുക, വെലോസിറ്റി 0 ആയി ആ ബോഡിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ബോഡി അവിടുന്ന് താഴേക്ക് വീണ്ടും തിരിച്ചു വരും, അല്ലേ, താഴേക്ക് തിരിച്ചു വരും. ഈ ഒരു പോയിന്റിൽ ഞാൻ B എന്ന് ഓടിക്കുകയാണ്. ഇവിടെ ഒരു ഇടയ്ക്കൊരു പോയിന്റിനെ എടുക്കുകയാണ്. അത് ഞാൻ ആ പോയിന്റിൽ ഞാൻ A എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എവിടെയായിരിക്കും, വെലോസിറ്റി 0 ആകുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും നമ്മളുടെ മാക്സിമം ഹൈറ്റ്. ആ ഒരു കല്ലാണ് എറിയുന്നുണ്ടെങ്കിൽ ആ ഒരു കല്ല് മാക്സിമം ഹൈറ്റിലെത്തുന്ന എവിടെയാണ്, അതിൻ്റെ വെലോസിറ്റി 0 ആകുന്ന ആ പോയിന്റിലായിരിക്കും അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി കിട്ടി, ട്രാജക്ടറി നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൻ്റെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്ര ആയിരിക്കും, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇവിടെ വരുന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായാലും നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് എറിയുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പർട്ടിക്കുലർ ആംഗിളാണ് എറിയുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്ര ആയിരിക്കും, 90 ഡിഗ്രിയാണ് വരുന്നത്, അല്ലേ, മേലോട്ടാണ് വരുന്നത്. ഹൊറിസോണ്ടലുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ നമുക്ക് ഇവിടെ എഴുതാം, 90 ഡിഗ്രി എന്ന് എഴുതാം. എച്ച് മാക്സും അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ, ആ ഇക്വേഷൻസിൽ ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ മാക്സിമം ഹൈറ്റ് എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും അറിയാം, അല്ലേ, മാക്സിമം ഹൈറ്റ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എഴുതാം, V² = U². ഇവിടെ നോക്കിക്കേ, ഗ്രാവിറ്റി എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്, അല്ലേ, G എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വേർട്ടിക്കലി ഉള്ള മോഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും, V² = U². എക്ക് പകരം എന്ത് കൊടുക്കുക, -G എന്ന് കൊടുക്കുക. കാര്യം എങ്ങനെയാണ്, മോഷൻ മേലോട്ടാണ് സംഭവിക്കുന്നത്, അല്ലേ, താഴോട്ടായിരുന്നെങ്കിൽ നമുക്ക് +G എടുക്കാമായിരുന്നു. പക്ഷേ മോഷൻ എങ്ങോട്ടാണ്, മേലോട്ടാണ് മോഷൻ. അപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് -G എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നോക്കി, -2G. എസിന് പകരം എന്ത് കൊടുക്കാം, നമുക്ക് H ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ, H അല്ലെങ്കിൽ H max ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ H max എന്ന് കൊടുക്കാം. നമുക്കറിയാം മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്, 0 ആണ്, അല്ലേ. നമുക്കിവിടെ വെലോസിറ്റി 0 എന്ന് കൊടുക്കാം. 0 = ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, അപ്പോൾ U² - 2G × H max, അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെ വരും, U² = 2G × H max എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, H max ആണ്, അല്ലേ. അപ്പോൾ എങ്ങനെ H max എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, H max = U² / 2G എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, U² / 2G. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. എങ്ങനെ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും, ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം നോക്കിയേ. ഇവിടുത്തെ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലേ. ഫസ്റ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും തിരിച്ച് ഈ ഒരു പോയിന്റിൽ നിന്നും ബോഡിയെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. അത് അതേ പോയിന്റിൽ തന്നെ ഇവിടുന്ന് മേലോട്ട് പോയിട്ട് തിരിച്ച് എന്ത് സംഭവിക്കുന്നു, അതേ പോയിന്റിൽ തന്നെ തിരിച്ച് ഇവിടെ എത്തുന്നു. അപ്പം ആ ടോട്ടൽ ടൈമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നും ഇവിടെ വരെ പോകാനുള്ള ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരെ എത്താനുള്ള ടൈമിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഈ ഇക്വേഷൻ എടുക്കുന്നത്. അപ്പം അവിടുത്തെ വെലോസിറ്റി എന്താണ്, ഇവിടെ നിന്ന് ഇവിടെ വരെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ വെലോസിറ്റി എത്രയാണ്, 0 ആണ്, അല്ലേ. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുകയാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 എന്ന് കൊടുക്കുന്നു. 0 = ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, U കൊടുക്കുന്നു, പ്ലസ്
80 ആണ് അല്ലേ. എക്ക് പകരം എന്താണ് മൈനസ് ജി ആണ് അല്ലേ. നമുക്കറിയാം എക്ക് പകരം മൈനസ് ജി ആണ് കൊടുക്കുന്നത്. അപ്പോൾ മൈനസ് ജി ഇൻറ്റു ടി. ഇതിൽ നിന്ന് നമുക്ക് ടീനെ എങ്ങനെ എഴുതാൻ പറ്റും? ടി ഈസ് ഈക്വൽ ടു യു ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടി. നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടിയോ? ഇല്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ബോഡി ഇവിടെ നിന്നും ഇവിടെ വരെ എത്താനുള്ള ടൈമാണ് യു ബൈ ജി എന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടി എന്ന് കൊടുക്കാം. അതായത് ഇത് ഇവിടെ വരെ എത്താനുള്ള ടൈം കണ്ടുപിടിച്ചു. ഇപ്പോൾ തിരിച്ച് ആ ബോഡി അവിടെ നിന്ന് താഴെ എത്താനുള്ള ആ ഒരു ടൈമും ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് 2 ടൈംസ് ടി എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? 2 ഇൻറ്റു യു ഡിവൈഡഡ് ബൈ ജി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു കേസിൽ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ബോഡി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് റീച്ച് ചെയ്യും. ഇപ്പോൾ ഇതാണ് ഗ്രൗണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ മുതൽ എവിടെ അത് മീറ്റ് ചെയ്യുന്നോ അവിടെ വല്ല ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ റേഞ്ച് എത്ര ആയിരിക്കും? ഇവിടുത്തെ റേഞ്ചിൻ്റെ വാല്യൂ 0 ആണ്. കാര്യം എന്താണ്? നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ഇതാണ്. അതേപോലെ തന്നെ ബോഡി ഇവിടെ നിന്ന് മേളോട്ട് പോയിട്ട് തിരിച്ച് അതേ പോയിന്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എടുക്കാനായിട്ടില്ല. അപ്പോൾ അത് 0 ആണ്. ഇവിടുത്തെ റേഞ്ച് 0 ആണ്.